ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വേദപുസ്തക പഠനത്തിൻ്റെ 200-ാം ദിനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായനഭാഗം സദൃശവാക്യങ്ങൾ 25 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം 2-ാം വാക്യം. ബറഖേലിൻ്റെ മകൻ എലീഹുവിൻ്റെ കോപം ജ്വലിച്ചു. ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാരിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് എലീഹുവിനെ കാണുന്നത്. രാം വംശത്തിൽ ബൂസ്യനായ ബറഖേലിൻ്റെ മകനായിരുന്നു എലീഹു. റാം എന്ന പേരിന് മഹോന്നതമായത് അഥവാ മഹത്വമേറിയത് എന്നീ അർത്ഥങ്ങളാണ് ഉള്ളത്. ബൂസ്യനായ എലീഹുവിൻ്റെ വംശത്തലവനാണ് റാം എന്നും പറയപ്പെടുന്നു. മാത്രമല്ല ഉത്തര അറേബ്യയിലെ ബൂസ് വംശജൻ ആയിരുന്നിരിക്കാം എലീഹു എന്നും കരുതപ്പെടുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം 2-6 വാക്യങ്ങളിൽ കാണുന്നു. ബറഖേൽ എന്നതിന് ദൈവം അനുഗ്രഹിക്കുന്നു എന്നതാണ് അർത്ഥം. എലീഹുവിൻ്റെ പിതാവ് ബറഖേൽ ആയിരുന്നു. എലീഹുവിൻ്റെ സംവാദത്തിൽ നിന്ന് വെളിവാകുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ദൈവത്തെക്കുറിച്ചുള്ള ഇയ്യോബിൻ്റെ വീക്ഷണം തെറ്റാണെന്ന് എലീഹു സമർത്ഥിക്കുന്നു. എലീഫസ്, ബിൽദാദ്, സോഫർ എന്ന സ്നേഹിതന്മാരുടെ സംഭാഷണത്തിനു ശേഷമാണ് എലീഹു ഇവിടെ സംസാരിക്കുന്നത്. ഇയ്യോബിൻ്റെ മറ്റു സ്നേഹിതന്മാരെല്ലാം ഇയ്യോബ് പാപിയാണ് എന്ന് കുറ്റം വിധിക്കുമ്പോൾ, അങ്ങനെ തെളിയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എലീഹു ഇവിടെ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള ഇയ്യോബിൻ്റെ വീക്ഷണം അഥവാ ദൈവത്തെക്കുറിച്ചുള്ള ഇയ്യോബിൻ്റെ കാഴ്ചപ്പാടുകൾ തെറ്റാണ് എന്ന് സമർത്ഥിക്കുവാനായിട്ട് എലീഹു ശ്രമിക്കുന്നു. എലീഹുവിൻ്റെ സംവാദം ദീർഘമായതാണ്. ഇയ്യോബ് 32-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, പ്രായം ചെന്നവരത്രേ ജ്ഞാനികൾ എന്നില്ല, വൃദ്ധന്മാരത്രേ ന്യായബോധമുള്ളവർ എന്നും ഇല്ല. ഇവിടെ പ്രായം കുറഞ്ഞ തനിക്കും മറ്റുള്ളവരെക്കാൾ അറിവുണ്ട് എന്നാണ് എലീഹു കരുതുന്നത്. എന്നാൽ ഈ ചിന്ത എലീഹുവിനെ വലിയ ഒരു അഹന്തയിലേക്കാണ് നയിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് എലീഹുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പാപത്തിൽ നിന്നും ഇയ്യോബിനെ നല്ലവനാക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇവിടെ 36-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നത്, അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും എന്ന്. അതിനാൽ ദൈവം തന്നിലൂടെ സംസാരിക്കുന്നു. ദൈവം നീതിമാനാണ്, ദൈവം വലിയവനാണ് എന്നൊക്കെ പറയുവാനായിട്ടാണ് ഇവിടെ എലീഹു ശ്രമിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് എലീഹു പറയുന്നത് ഇപ്രകാരമാണ്, വടക്കു നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു, ദൈവത്തിൻ്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്, സർവശക്തനെയോ നാം കണ്ടെത്തുകയില്ല എന്ന്. അതുകൊണ്ട് മനുഷ്യർ അവനെ ഭയപ്പെടുന്നു, ജ്ഞാനികളെന്ന് ഭാവിക്കുന്നവരെ അവൻ കടാക്ഷിക്കുന്നില്ല എന്ന് എലീഹു പറയുന്നു. അതിനാൽ പാപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് കൂടുതൽ നല്ലവനാകുവാൻ എലീഹു ഇയ്യോബിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇവിടെ ഇയ്യോബിൻ്റെ സുഹൃത്തുക്കൾ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവമുണ്ട്. അത് ഇയ്യോബിൻ്റെ ജീവനുള്ള ദൈവം. ആ ദൈവത്തെ വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ നമുക്കും സാധിക്കണം. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഏറി വരുമ്പോൾ വിശ്വാസം ചോർന്നു പോകാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.